പടം വളരെ മനോഹരമായിട്ടുള്ള പടം. അതിൽ എസ്പെഷ്യലി പറയേണ്ടത് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു 80-90 മുതൽ ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ വളരെ ഗംഭീരമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അരുൺ വൈഗയുടെ സംവിധാനത്തിലും രചനയിലുമാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അത് ഗംഭീരമായി അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു മെസ്സേജ് ടൈപ്പിൽ കൊടുക്കാവുന്ന സിനിമയായിരുന്നു. പക്ഷെ അതിനെ മാറ്റിയിട്ട് എൻ്റർടൈനറായിട്ട് പ്രണയവും ആക്ഷൻ ആൻഡ് മ്യൂസിക്, ക്യാമറ ഇതൊക്കെ തന്നെ വളരെ മനോഹരമായി ചെയ്തുകൊണ്ടാണ് ഈ കഥയെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ മഴയുടെ പ്രശ്നങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് വളരെ പ്രസന്നമായ ഒരു അന്തരീക്ഷത്തിലാണ് സിനിമ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിലേക്ക്, കുട്ടികൾ മുതൽ മുതിർന്നവർ മുതൽ പ്രായമുള്ളവർക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമയെ അണിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. യുവാക്കളെക്കാളും കുടുംബങ്ങളാണ് ഈ സിനിമ കണ്ടിരിക്കേണ്ടത്. തീർച്ചയായിട്ടും യുവാക്കളുടെ കഥയാണ് പറയുന്നതെങ്കിൽ ഫാമിലിയാണ്, നമ്മുടെ അച്ഛനമ്മമാരാണ്. അവരുടെ ഭാവി ഓർത്ത് വേദനിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാവി ഓർത്ത് നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ ഈ സിനിമയെ ആശ്രയിക്കേണ്ടി വരും, സിനിമ കാണേണ്ടി വരുന്നത് തീർച്ചയാണ്. പൊളിറ്റീഷ്യന്മാരും ഈ സിനിമ കാണുന്നത് നല്ലൊരു ചിത്രം. കാരണം ഇതിലെ വിഷയം അവതരിപ്പിച്ചേക്കുന്നത് നല്ലൊരു, കാരണം നടക്കുന്നൊരു വിഷയം ട്രൂ സ്റ്റോറി എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും പ്രസക്തമായിട്ട് ഇത് നല്ല അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് എടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കുന്ന ഈ മാതാപിതാക്കളൊക്കെ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. അവരൊക്കെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് അത് അടക്കാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് കുടുംബം ജപ്തിയുടെ ഈ വിദ്യാഭ്യാസ ലോൺ എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. പക്ഷേ വിദേശത്ത് പോയിട്ട് പിള്ളേർക്ക് ആ ജോലി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ പഠിത്തം കിട്ടുന്നുണ്ടെന്നുള്ളത് അന്വേഷിക്കുന്നില്ല. അത് ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടാലും അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു ചിത്രം. ഇനി അരുൺ വൈഗ എന്ന ആ ചെറുപ്പക്കാരൻ ഡയറക്ടറിനെ അഭിനന്ദിക്കുന്നു. കാരണം അത്രയ്ക്കും പ്രസക്തിയുള്ള ഒരു വിഷയം അദ്ദേഹം എടുത്തത്. കാരണം ഇതുപോലത്തെ ഒരു സിനിമ വന്നിട്ടില്ല. വിദ്യാഭ്യാസത്തിന് ഈ ജോലി കിട്ടുന്ന തൊഴിൽ, അതായത് ഇപ്പോൾ തൊഴിലുള്ള ഏറ്റവും വലിയ ഇത്. എന്തായാലും ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, സുന്ദരമായിട്ടുള്ള സംസ്ഥാനമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഈ കേരളം മുന്നിൽ വിളയിക്കും. പക്ഷേ അതിന് അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഉദ്യോഗസ്ഥർ വഴിമുടക്കാതെ എന്നാൽ നടക്കുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഈ സിനിമ ഇത് നല്ലൊരു സിനിമ, നല്ല പടമാണ്. എല്ലാവരും കാണണം. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതായത് എല്ലാവരും എന്തിനാണ് ഈ കേരളത്തിലെ ചെറുപ്പക്കാരെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ പൊന്നു വിളയിക്കാൻ പറ്റും. അതാരും മനസ്സിലാക്കുന്നത് കയ്യിലിരിക്കുന്ന രക്തത്തിനെ കാണാതെ, തിരിച്ചറിയാതെ അതിലും വില കുറഞ്ഞ എന്തിലേക്കൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നത്. അപ്പം അത് തിരിച്ചറിയട്ടെ, ഈ സിനിമ വരുന്നതിലൂടെ എല്ലാവരും തിരിച്ചറിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഫാമിലി മൂവിയാണ്. എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ കാണണം. മെയിൻലി ഇപ്പോൾ ഗ്രാജുവേഷനൊക്കെ ആയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ അങ്ങനെ ആവണം ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ മസ്റ്റായിട്ടും കാണണം. നമ്മളിലുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിയണം. നല്ല മൂവിയായിരുന്നു. ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. കേരളത്തിലെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് കാണേണ്ടതാണ്. എന്താ പറയുക, ഗവൺമെൻറ് ജോലി, വിദേശത്തേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതിനപ്പുറം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഇതിൽ നമുക്ക് തോന്നും. നമുക്ക് ചുറ്റുപാടൊന്ന് കണ്ണൊഴിച്ചാൽ എന്താണെന്ന് തോന്നും. പിന്നെ ഞാൻ അതിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പറയാനും നല്ല മൂവിയാണ്. ചെറുപ്പക്കാർ കാണേണ്ടതാണ്. ഒരു പുനർവിചിന്തനം നടത്തേണ്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാനാകും എന്നുള്ളത് ഈ മൂവിയിൽ പറയുന്നത്. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ജോണി ആന്റണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ കുറേ അച്ഛൻ വേഷമാണ് കൂടുതലായിട്ട് ചെയ്തത്. സംവിധായകരുടെ രീതിയിൽ നിന്ന് മാറിയിട്ട് അച്ഛൻ്റെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ജോണി ആന്റണി. പിന്നെ വേറൊരു പെൺകുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, അതായത് കേരളത്തെ യുവാക്കൾക്ക് ഉറപ്പായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചിന്തിക്കണം നല്ലതായിരിക്കും. നമുക്കൊന്നും ചെയ്യാനില്ല, തരാ നടക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്ന ഒരു മൂവിയാണ്. കുറച്ചുകൂടി യൂത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളും നാടിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. പിന്നെ അച്ഛൻ്റെ മോൻ്റെയൊക്കെ ഒരു സംഭവം നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊരു പെർഫോം ചെയ്തൊരു കുട്ടി, എക്സ്കുട്ടിയുടെ പേരറിയില്ല, അടിപൊളിയായിട്ട് ചെയ്തു. ഈ സബ്ജക്റ്റ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സബ്ജക്റ്റ് തന്നെയാണെന്ന് നല്ല കാര്യമാണ്. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ അതിൽ എന്താ പറയുക, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിച്ചപ്പോൾ നമ്മളുടെയൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് സൈഡിലായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങാനിരിക്കുമ്പോഴൊക്കെ ഓരോ ബ്ലോക്ക് വന്ന് നമ്മൾ മടുത്ത് മതി ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതൊക്കെ എന്താ പറയുക, ഈ സിനിമയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള കാര്യമാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്.